സോ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പുതിയ ഗ്രനറോ പീറ്റൺ എന്ന് പറഞ്ഞൊരു വയർലെസ് മൈക്ക് മേടിച്ചിട്ടുണ്ട്. എൻ്റെ പഴയ വീഡിയോയിൽ എല്ലാവർക്കും അറിയാം ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഭയങ്കര ശല്യമായിരിക്കും. അപ്പോൾ അത് ക്ലിയർ ചെയ്തുകൊണ്ട് നോയ്സ് റിഡക്ഷനൊക്കെ ഉള്ള ഒരു കിഡിലെ മൈക്കാണ് ഈ മേടിച്ചിട്ടുള്ളത്. ഒരു 2000 രൂപയ്ക്കകത്ത് 2500 രൂപയായിരുന്നു. എനിക്കൊരു ഓഫർ പ്രൈസിന് 1600 രൂപ കിട്ടി ഫ്ലിപ്കാർട്ടിൽ. പിന്നെ ആമസോണിൽ കറണ്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ 2000 രൂപ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും മേടിക്കാം. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾ അൺബോക്സിങ് കണ്ടിച്ചാൽ, സത്യം പറഞ്ഞാൽ ആദ്യം അൺബോക്സ് ചെയ്തത് ഞാനല്ല. ആദ്യമേ ഡെലിവറി ബോയ് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് ഇങ്ങനെ കാണിച്ചു തന്നായിരുന്നു എല്ലാ പാർട്സൊക്കെ ഉണ്ടാകുന്ന നോക്കാം, അല്ലെങ്കിൽ അപ്പം തന്നെ റിട്ടേൺ ആയിട്ട്. അപ്പം ഞാൻ ഒന്നുകൂടെ അൺബോക്സ് ചെയ്യാം, അപ്പം നിങ്ങളത് കണ്ടിട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ് ഗ്രനറോ പീറ്റൺ എന്ന് പറഞ്ഞ മൈക്ക്. ഇതിൻ്റെ ബാക്കിലൊരു ഔട്ടർ പാക്കേജൊക്കെ ഉണ്ടായിരുന്നു. ഓൾറെഡി അൺബോക്സ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഒന്നുകൂടെ ചെയ്യുന്നതാണ്. ഡെലിവറി ബോയ് തന്നെ വെളിയിൽ ഔട്ടർ പാക്കേജൊക്കെ എടുത്ത് കളഞ്ഞായിരുന്നു. പിന്നെ ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഒന്നുകൂടെ മൈക്ക് അൺബോക്സ് ചെയ്യാണ്. അപ്പോൾ ഇതാണ് ഗൈസ് അകത്ത് വരുന്ന സാധനങ്ങൾ. ഇങ്ങനെയൊന്നും അല്ല, കറക്റ്റ് നല്ല രീതിയിലേക്കാണ് പോയെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഒന്നുകൂടെ ജസ്റ്റ് ചെയ്ത് വെച്ചാണ്. ഇതിനകത്ത് പിന്നെ ഒരു ബോക്സ് വരുന്നുണ്ട്. ഈ ബോക്സിനകത്ത് ഒരു കേബിളാണ് ഇത് ചാർജ് ചെയ്യാനുള്ള. സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ എൻ്റെ മണ്ട ഒട്ടിച്ചിരുന്നത് സാറ സ്റ്റിക്കർ. ഒരു കേബിൾ C to Cയും പിന്നെ ഒരു A to Cയും രണ്ടെണ്ണം ഉണ്ട് ഗൈസ്. അത് ആവശ്യമില്ല, ഇതുവരെ ചാർജ് ചെയ്യേണ്ട വന്നില്ല എനിക്ക്. പിന്നെ വീണ്ടും ബോക്സിനകത്ത് ഇതൊരു തെർമോക്കോള്. അതിനകത്ത് പിന്നെ വാറണ്ടി കാർഡുണ്ട് ഗൈസ്. വാറണ്ടി കാർഡ് 1 വർഷം വാറണ്ടി ഉണ്ട് ഗ്രനറോയുടെ. അകത്ത് കുറച്ച് എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, വാറണ്ടീസ്. ഓക്കെ, പിന്നെ ഒരു യൂസർ മാനുവൽ. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ മൈക്ക് ഇതിൻ്റെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ബാക്കിൽ കുറേ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് യൂസർ മാനുവൽ. ഞാൻ ഇതൊക്കെ കുറേ വായിച്ചു നോക്കി തന്നെയാണ് ഗൈസ് പഠിച്ചത്. അപ്പോൾ ഞാൻ ഇനി മൈക്ക് കാണിക്കാം. ഇതാണ് നമ്മുടെ മൈക്ക്. തുറക്കട്ടെ. ഗ്രനറോ അതിനകത്തുള്ള ഒരു മൈക്കാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് വെച്ചാണ് സംസാരിക്കണേ. ഇവിടെയാണ് റിസീവർ വരുന്നത്. അങ്ങനെ കാണിക്കണമെന്നുണ്ട്, പക്ഷേ എന്നാലും വെളിയിൽ ശബ്ദം കേൾക്കുന്നതാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് മൈക്ക്. ഇനി മൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നല്ല ലുക്ക്, ഭയങ്കര ചെറുത്. നമുക്കിനി മാഗ്നറ്റാണ് കേട്ടോ. മാഗ്നറ്റായിട്ട് നമുക്ക് ജസ്റ്റ് ഡ്രസ്സിൽ ഒട്ടിച്ചും വെക്കാം. ഭയങ്കര പവർഫുള്ളാണ്. മാഗ്നറ്റായിട്ട് ഇങ്ങനെ ഒട്ടിച്ചും വെക്കാൻ പറ്റും. അങ്ങനെ പിന്നെ ക്ലിപ്പും ഉണ്ട്, നല്ല ഷാർപ്പായിട്ടുള്ള ക്ലിപ്പുണ്ട്. ക്ലിപ്പ് എവിടെയെങ്കിലും ഇങ്ങനെ കുത്തി വയ്ക്കാം, ഇങ്ങനെ വയ്ക്കാം. പിന്നെ ഇതാണ് പവർ ബട്ടൺ. ഇതിൽ ഓണാക്കുമ്പം ഓണാവും അല്ലെങ്കിൽ ഓഫാവും. ജസ്റ്റ് ഇതിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഇത് ഓണാവുന്നുണ്ട്. നമുക്ക് വേണം ഓഫ് ആക്കണമെങ്കിൽ ജസ്റ്റ് ഇതിൽ ഞെക്കിയാൽ മതി. ഇനി ഇതുവഴി സെപ്പറേറ്റ് നമുക്ക് ഇത് മാത്രമായിട്ട് ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ ഇതൊരു പവർ ബാങ്ക് പോലെയാണ്. ഇതിനകത്ത് വെച്ച് ചാർജ് ചെയ്യാം. ഇതിനകത്ത് 900 mAh എന്തോ ബാറ്ററി ഉണ്ട്. പിന്നെ ഇതിനകത്തൊരു 100 mAh ബാറ്ററി ഉണ്ട് ഇത് നിൽക്കാൻ വേണ്ടി. ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ 40 മീറ്റർ റേഞ്ച് ഒക്കെ കിട്ടുമെന്നാണ് ഇതിനകത്തെല്ലാം എഴുതിയിട്ടുണ്ട്. സ്പെക്കൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക, അല്ലെങ്കിൽ ഞാൻ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. 40 മീറ്റർ റേഞ്ച് കിട്ടുമെന്ന് നമുക്ക് എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിലെ മൈക്കാണ് ഞാൻ ഇതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം. അപ്പോൾ ഇതിന് ടെസ്റ്റിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ് ഇത് എൻ്റെ വീടിൻ്റെ ടെറസാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് റേഞ്ച് കാണിച്ചാൽ ഞാൻ ദൂരെ പോവേണേ. അപ്പോൾ ഗൈസ് ഞാൻ ഇത്രയും ദൂരെ നിന്നാണ് സംസാരിക്കുന്നത്. ഇവിടെ നിന്നാണ് നേരത്തെ സംസാരിച്ചത്. കുറച്ച് ഫോൺ നല്ല അടുത്തോട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വോയിസ് ഇത്ര ക്ലിയർ ആയിട്ട് കേൾക്കാൻ നിങ്ങൾക്ക് നോക്കാം. ഇത് ഞാൻ നോയ്സ് റിഡക്ഷൻ ഓൺ ആക്കിയിട്ടില്ല, ജസ്റ്റ് ഓൺ ആക്കിയണേ. 3 മോഡുണ്ട് നോയ്സ് റിഡക്ഷൻ. ഇത് ഫസ്റ്റ് മോഡ് ഓൺ ആക്കിയണേ. ഇതാണ് ഫസ്റ്റ് മോഡ്. ഇനി സെക്കൻഡ് മോഡ് ഓൺ ആക്കാം. ഇനി തേർഡ് മോഡ്. ഇപ്പോൾ തേർഡ് മോഡിലാണ് ഈ ബാക്കിൽ നല്ല കിളിയുടെ വോയിസും. പിന്നെ ഇവിടെ സൈഡിൽ റോഡിൽ കുറേ വണ്ടികളൊക്കെ ഉണ്ട്. പിന്നെ ഇത്രയും ദൂരെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പിന്നെ ഞാൻ ഇതിൽ കണ്ടുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈറ്റ് കണ്ട, ഈ ഒരു ലൈറ്റ്. പിന്നെ അകത്ത് മൈക്ക് എടുക്കണമെങ്കിൽ മൈക്കിലൊരു നീല ലൈറ്റ് ഉണ്ട്. ഇത് നമുക്ക് വെളിയിലാണെങ്കിൽ കാണാറില്ല, ഞാൻ കാണിച്ചു തരാം. അടുത്താണെങ്കിൽ ആ ഒരു നമ്പർ ഒരുമാതിരി കാണാനേ പറ്റുന്നില്ല. കണ്ടോ, ഈ ലൈറ്റ് കാണാൻ ഭയങ്കര പാടാണ്. അത് മാത്രമേ ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നുള്ളൂ, ബാക്കിയെല്ലാം പക്ക ക്വാളിറ്റിയാണ്. അപ്പോൾ ഇതാണ് ഗൈസ് ഈ മൈക്കിൻ്റെ ഒരു സൗണ്ട് ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാൻ റൂമിൽ സാധാരണ ഒരു സിനിമയെ കണ്ടിട്ട് വന്നിട്ട് ഇവിടെ നിന്നാണ് റിവ്യൂ പറയുമ്പോഴത്തേക്ക് ഈ ഫാനിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് നല്ലത് കേൾക്കാം. ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓണല്ല, ഞാൻ ജസ്റ്റ് ഓൺ ആക്കാം.
ഒരു തേർഡ് മോഡൽ ഇടാവേ. സെക്കൻഡ്, തേർഡ്. ഓക്കെ, ഇപ്പോൾ തേർഡ് മോഡലാണ്. ഫാനിൻ്റെ സൗണ്ട് നല്ലപോലെ സാധാരണ ഉള്ള വീഡിയോസിലൊക്കെ കേൾക്കാൻ പറ്റുമായിരിക്കും. ഇതിൽ ചിലപ്പോൾ നല്ലപോലെ കുറഞ്ഞാണ്, ശ്രദ്ധിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സ്കിഡിലും പ്രോഡക്റ്റാണ്. നിങ്ങളിപ്പം ആരെങ്കിലും മൈക്ക് മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.